ഓഡിയോമെട്രിക് ടെക്നോളജിയുടെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് കേൾവിക്കുറവുകളെ പറ്റിയും അവയുടെ ടൈപ്പുകളെ പറ്റിയും കേൾവിക്കുറവിൻ്റെ വിവിധങ്ങളായ ഡിഗ്രി, അതായത് തോത്, അളവ്, എത്ര അളവുകളിലാണ് കേൾവിക്കുറവ് ഉള്ളത് എന്നിവയെ പറ്റിയുമാണ്. ഇയറിൻ്റെ അനാട്ടമി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചതാണ്. ഇയറിൻ്റെ അനാട്ടമിയിൽ നമുക്ക് ഇയറിനെ മൂന്നായി തിരിക്കാം: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന 3 കേൾവിക്കുറവുകളെക്കുറിച്ച് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. 3 കേൾവിക്കുറവുകൾ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആൻഡ് മിക്സഡ് ഹിയറിംഗ് ലോസ്. ഒന്നുകൂടി വളരെ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ഇയറിലുള്ള അസുഖങ്ങളും മിഡിൽ ഇയറിലുള്ള അസുഖങ്ങളും നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കുന്നു. അഥവാ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാൽ അത് എക്സ്റ്റേണൽ ഇയറിലോ മിഡിൽ ഇയറിലോ ഉണ്ടാവുന്ന അസുഖങ്ങളിലൂടെയാണ് നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്നത്. അതേസമയം ഇന്നർ ഇയറിലുള്ള അസുഖങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന കേൾവിക്കുറവിനെയാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ സെൻസറി ഭാഗമാണ് കോക്ലിയ, ഓഡിറ്ററി നെർവ് എന്നാൽ ന്യൂറൽ ഭാഗവും. സോ ഇന്നർ ഇയറിലെ കേൾവിക്കുറവിനെയാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അഥവാ കോക്ലിയയിലോ നെർവിലോ ഉള്ള കേൾവിക്കുറവുകൾ നമുക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന കാറ്റഗറിയിൽ പെടുത്താം. മൂന്നാമത്തെ തരം കേൾവിക്കുറവാണ് മിക്സഡ് ഹിയറിംഗ് ലോസ്. അതായത് ഒരാൾക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും കൂടി വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഹിയറിംഗ് ലോസ്, 2 ഹിയറിംഗ് ലോസും കൂടിയുള്ളത്, മിക്സഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് എന്ന അർത്ഥത്തിൽ നമ്മളതിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ഉണ്ട്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും ഉണ്ടെങ്കിൽ അത്തരം കേൾവിക്കുറവിനെ നമ്മൾ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നു. ടൈപ്പ് ആൻഡ് ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഓഡിയോഗ്രാം എന്നത്. എന്താണ് ഓഡിയോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഓഡിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദമെന്നും ഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്നുദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ യൂണിറ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അളവ് ആണ് സൂചിപ്പിക്കുന്നത്. സോ ഓഡിയോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കേൾവിയുടെ അളവിൻ്റെ ഗ്രാഫാണ്. An audiogram is a graph shows audible thresholds for standardized frequencies as measured by an audiometer. ഓഡിയോമീറ്റർ എന്ന ഒരു ഉപകരണം കൊണ്ട് ഒരാളുടെ കേൾവി പരിശോധിച്ച് അയാളുടെ ത്രെഷോൾഡുകൾ മാർക്ക് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഓഡിയോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് കേട്ടുപരിചയമില്ലാത്ത 2 വാക്കുകളുണ്ട്. ഒന്ന് ത്രെഷോൾഡ് എന്ന വാക്കും മറ്റൊന്ന് ഓഡിയോമീറ്റർ എന്ന വാക്കും. ഓഡിയോമീറ്റർ എന്നാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതുപയോഗിച്ച് നമുക്ക് പല ഫ്രീക്വൻസിയിലുള്ള, പല ഇൻറ്റൻസിറ്റിയിലുള്ള ശബ്ദങ്ങൾ സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. പ്രധാനമായും എയർ കണ്ടക്ഷൻ മോഡ്, അതായത് നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് എക്സ്റ്റേണൽ ഇയറിലൂടെ പ്രസൻറ്റ് ചെയ്യുന്ന ഹെഡ്ഫോണും ഡയറക്റ്റായിട്ട് കോക്ലിയയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ബോൺ വൈബ്രേറ്ററും സ്പീച്ച് ഓഡിയോമെട്രി, സംസാരം കേട്ട് മനസ്സിലാക്കുന്നതിനുള്ള കഴിവുകൾ മനസ്സിലാക്കുന്ന സ്പീച്ച് ഓഡിയോമെട്രി പോലെയുള്ള ഫെസിലിറ്റികളെല്ലാം തന്നെ ഈ ഓഡിയോമീറ്റർ എന്ന ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. മറ്റൊരു വേർഡാണ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ ത്രെഷോൾഡ്. എന്താണ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ശബ്ദത്തിന് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരാൾക്ക് ഏറ്റവും ചെറിയ ഇൻറ്റൻസിറ്റി ഏത് ഇൻറ്റൻസിറ്റിയിലാണ് കേൾക്കുന്നത്, ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ത്രെഷോൾഡ്. ഒരാൾക്ക് 0 ഡെസിബിളിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ
നമ്മളത് 0 ഡെസിബിലാണ് അയാളുടെ ത്രെഷോൾഡ് എന്ന് പറയുന്നു. ഒരാൾക്ക് 0 ഡെസിബിൾ കേൾക്കാൻ പറ്റുന്നില്ല, 10 ഡെസിബിളിലോ 15 ഡെസിബിളിലോ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മൾ 10 ഡെസിബിളായിട്ടോ അല്ലെങ്കിൽ 15 ഡെസിബിളായിട്ടോ അല്ലെങ്കിൽ 20 ഡെസിബിളായിട്ടോ ആണ് അയാളുടെ ഹിയറിംഗ് ത്രെഷോൾഡ് കണക്കാക്കുന്നത്. ഇനി അതല്ല, ഒരാൾക്ക് 0 ഡെസിബിളിലോ 10ലോ 20ലോ 30ലോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് കേൾവി കുറവുണ്ട് എന്നൊരു അസംഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയും ഒരു 50 ഡെസിബിളിലോ 60 ഡെസിബിളിലോ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അവർക്ക് വ്യക്തമായ കേൾവിക്കുറവിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്നാൽ ഒരാൾക്ക് ഒരു ഫ്രീക്വൻസിയിൽ, ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ ഏത് ഇൻറ്റൻസിറ്റിയിലാണ് കേൾക്കാൻ പറ്റുന്നത്, ആ ഇൻറ്റൻസിറ്റിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ത്രെഷോൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The lowest intensity that an individual can hear at a specific frequency is called as threshold. ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ നമുക്ക് കാണാം ഫ്രീക്വൻസീസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 125 മുതൽ 8 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസീസ് ഈ ഗ്രാഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വൈ ആക്സിസിൽ 0 ഡെസിബിൾ മുതൽ 100 or 110, ചില ഗ്രാഫുകളിൽ നമുക്ക് 120 ഡെസിബിൾ വരെയുള്ള ഗ്രാഫുകളും കാണാം. എന്തായാലും വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റിയും എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വരുന്ന ഇത്തരം ഗ്രാഫുകളെയാണ് നമ്മൾ ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഓഡിയോഗ്രാമിൽ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റിയുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഒരാളുടെ ഓഡിയോഗ്രാം ഷീറ്റ് അല്ലെങ്കിൽ ഓഡിയോഗ്രാം നമ്മൾ എടുക്കുന്നത്? ഒരാളുടെ കേൾവി പരിശോധിച്ച് നമ്മൾ അവരുടെ ത്രെഷോൾഡുകൾ എന്തൊക്കെയാണ്, ഓരോരോ ഫ്രീക്വൻസിയിലുമുള്ള ത്രെഷോൾഡ് വ്യത്യസ്തമായിരിക്കാം, ഒരേ ത്രെഷോൾഡുമായിരിക്കാം. അത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷനാണ് നമുക്ക് ഈ ഒരു ഓഡിയോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തിയുടെ ഓരോ ഫ്രീക്വൻസീസിലുമുള്ള ത്രെഷോൾഡ് എന്താണ് എന്ന് ഈ ഓഡിയോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരാളുടെ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ്, എത്ര ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് അയാൾക്കുണ്ട്, അയാൾക്ക് ആ കേൾവിക്കുറവുകൊണ്ട് എത്രത്തോളം ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഓഡിയോഗ്രാമിലൂടെ സാധിക്കുന്നു. മൂന്നാമത്, ഈ കേൾവിക്കുറവ് എന്ത് തരം കേൾവിക്കുറവാണ് എന്ന് മനസ്സിലാക്കുന്നതിനും ഈ ഓഡിയോഗ്രാം നമ്മളെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരാളുടെ ത്രെഷോൾഡ് കണ്ടുപിടിക്കുന്നതിനും ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് കണ്ടുപിടിക്കുന്നതിനും ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് കണ്ടുപിടിക്കുന്നതിനുമാണ് നമ്മൾ ഓഡിയോഗ്രാം ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് നോർമൽ ഹിയറിങ്ങും എഫക്റ്റഡ് ഹിയറിങ്ങും. ഒരാൾക്ക് 0 ഡെസിബൽ മുതൽ 10-15 ഡെസിബൽ കേൾവി വരെ നമ്മൾ നോർമൽ ഹിയറിംഗ് ആയി കണക്കാക്കാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകൾ അത് 25 ഡെസിബൽ കേൾവി വരെ നോർമലായിട്ടും കണക്കാക്കുന്നുണ്ട്. പക്ഷേ ക്ലിനിക്കലി നമ്മൾ ചെയ്യുന്ന മിക്ക ഓഡിയോഗ്രാമുകളിലും 0 to 15 ഡെസിബലാണ് നോർമൽ ഹിയറിംഗ് ആയി കണക്കാക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന നോർമേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഒരാളുടെ ഹിയറിംഗ് ത്രെഷോൾഡ് 0 ഡെസിബൽ മുതൽ 25 ഡെസിബൽ വരെയാണെങ്കിൽ നമ്മൾ അതിനെ നോർമലായിട്ടുള്ള കേൾവി, ഹിയറിംഗ് സെൻസിറ്റിവിറ്റി വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, കേൾവിയുടെ സെൻസിറ്റിവിറ്റി നോർമൽ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഹിയറിംഗ് സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്ന പ്യൂട്ടോൺ ആവറേജ് അല്ലെങ്കിൽ എയർ കണ്ടക്ഷൻ ത്രെഷോൾഡ് 35 ആണ് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? അവരുടെ ഹിയറിംഗ് ഈസ് നോട്ട് വിത്തിൻ നോർമൽ ലിമിറ്റ്സ് എന്നാണ്. 35 ഡെസിബിളാണ് അവരുടെ ത്രെഷോൾഡായിട്ട് വരുന്നത്. 40 ഡെസിബിളിലാണ് അവർ മിനിമമായിട്ട് കേൾക്കുന്നത് എങ്കിൽ 40 അവരുടെ ത്രെഷോൾഡായിട്ട് വരുന്നത്, വിച്ച് ഈസ് നോട്ട് വിത്തിൻ എ നോർമൽ ലിമിറ്റ്. വളരെ ബ്രീഫായി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരാളുടെ ഹിയറിംഗ് ത്രെഷോൾഡ് 0 മുതൽ 25 ഡെസിബിൾ വരെയാണെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് നോർമൽ ഹിയറിംഗ്. അതിൻ്റെ താഴോട്ട് 25 ആയാലും 30 ആയാലും 35, 40, 45 അങ്ങനെ 100, 120 വരെ ആവുന്നത് നമ്മൾ എഫക്റ്റഡ് ആയിട്ടുള്ള കേൾവി, ഹിയറിംഗ്
ഈസ് നോട്ട് വിതിൻ നോർമൽ ലിമിറ്റ്സ് എന്നാണ് കണക്കാക്കുന്നത്. വോളിയം 15 പറഞ്ഞ അതേ പോയിന്റ് തന്നെ ഒന്നുകൂടെ നമ്മൾ ബ്രീഫ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ബോൺ കണ്ടക്ഷൻ ഹിയറിങ്ങും എയർ കണ്ടക്ഷൻ ഹിയറിങ്ങും. എയർ കണ്ടക്ഷൻ ഹിയറിംഗ് എന്നാൽ നമ്മൾ ഹെഡ്ഫോൺ എന്ന ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് ഒരാളുടെ ഹിയറിംഗ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഹിയറിംഗ് ത്രെഷോൾഡ് എടുത്ത് ആ ഹിയറിംഗ് ത്രെഷോൾഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ബോൺ വൈബ്രേറ്റർ എന്ന ഒരു ഓസിലേറ്റർ ഉപയോഗിച്ച് ആ ഓസിലേറ്റർ നമ്മൾ മാസ്റ്റോയിഡ് ബോണിൽ, നമ്മുടെ ചെവിക്ക് പുറകിലുള്ള മാസ്റ്റോയിഡ് ബോണിൽ വെച്ച് അതിലൂടെ നമ്മൾ ഹിയറിംഗ് ത്രെഷോൾഡ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എയർ കണ്ടക്ഷൻ ത്രെഷോൾഡ് എന്നാൽ ഒരാളുടെ എക്സ്റ്റേണൽ ഇയറിൽ വെക്കുന്ന ട്രാൻസ്ഡ്യൂസറിലൂടെ ശബ്ദം കൊടുത്ത് ആ ശബ്ദം ടിമ്പാനിക് മെമ്പറിൽ തട്ടി അത് ഓസിക്കിൾസിലൂടെ പോയി ഇന്നർ ഇയറിലെത്തി അല്ലെങ്കിൽ കോക്ലിയയിലെത്തി അവിടുന്ന് ഓഡിറ്ററി നെർവിലൂടെ പോയി കേൾവി സാധ്യമാകുന്ന പാത്വേ ആണ് എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ബോൺ കണ്ടക്ഷൻ എന്നാൽ ഡയറക്റ്റ് സ്കള്ളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ നേരെ കോക്ലിയയിലേക്ക് എത്തി വളരെ കുറവ് എക്സ്റ്റേണൽ ഇയറിൻ്റെയും മിഡിൽ ഇയറിൻ്റെയും കോൺട്രിബ്യൂഷനോട് കൂടി മോസ്റ്റ് ഓഫ് ദ എനർജി ഡയറക്റ്റ്ലി റീച്ചിങ് ടു കോക്ലിയ, മോസ്റ്റ് ഓഫ് ദ എനർജി കോക്ലിയയിലേക്ക് എത്തി അതിലൂടെ ഓഡിറ്ററി നെർവിലൂടെ പോയി ഹിയറിംഗ് സാധ്യമാവുന്ന പാത്വേ ആണ് നമ്മൾ ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും, ഒരാൾക്ക് അപ്പോൾ ടിമ്പാനിക് മെംബ്രെയിനിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് അഫക്റ്റഡ് ആയിരിക്കില്ല അല്ലേ? ഒന്നുകൂടെ നോക്കാം. ഒരാളുടെ ടിമ്പാനിക് മെംബ്രെയിനിന് ഡാമേജ് ഉണ്ട്, ടിമ്പാനിക് മെംബ്രെയിന് വലിയൊരു സുഷിരമുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മൾ എയർ കണ്ടക്ഷനിലൂടെ കൊടുക്കുമ്പോൾ ടിമ്പാനിക് മെംബ്രെയിൻ്റെ ആ സുഷിരത്തിൻ്റെ അസുഖലക്ഷണം കൊണ്ടുണ്ടാവുന്ന വലിയൊരു കേൾവിക്കുറവ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അയാൾക്ക് കേൾവിക്കുറവുള്ളതായിട്ട് കിട്ടും. അതായത് ടിമ്പാനിക് മെംബ്രെയിന് സുഷിരമില്ല എങ്കിൽ നമുക്ക് 10 ഡെസിബെല്ലോ 15 ഡെസിബെല്ലോ കിട്ടേണ്ട ഹിയറിംഗ് ത്രെഷോൾഡ് താഴ്ന്ന് 30 ഡെസിബെല്ലോ 40 ഡെസിബെല്ലോ അല്ലെങ്കിൽ 50 ഡെസിബെൽ ശബ്ദം കൊടുക്കുമ്പോൾ മാത്രമേ അയാൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. അതേസമയം നമ്മൾ ബോൺ വൈബ്രേറ്ററിലൂടെ ശബ്ദം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ശബ്ദത്തിൻ്റെ ഒട്ടുമുക്കാൽ എനർജിയും നേരെ കോക്ലിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ടിമ്പാനിക് മെംബ്രെയിൻ്റെയും ഓസിക്കിൾസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് അവിടെ വളരെ വിരളമാണ്. സോ ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡ് ഓൾമോസ്റ്റ് നമുക്ക് നോർമലായി ലഭിക്കുന്നു. ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡ്സ് നോർമൽ ആവുകയും എയർ കണ്ടക്ഷൻ ത്രെഷോൾഡ്സ് എഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന തരം കേൾവിക്കുറവുകളെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇയറിലും മിഡിൽ ഇയറിലും ഉണ്ടാകുന്ന അസുഖങ്ങളെ നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അത്തരം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസുകൾക്ക് എയർ കണ്ടക്ഷൻ ത്രെഷോൾഡ്സ് എഫക്റ്റഡ് ആവുകയും ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡ്സ് നോർമൽ ആവുകയുമാണ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്ത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എയർ കണ്ടക്ഷനിലൂടെ കൊടുക്കുമ്പോൾ ഹിയറിംഗ് ലോസ് കാണുകയും ബോൺ കണ്ടക്ഷനിലൂടെ ശബ്ദം കൊടുക്കുമ്പോൾ നോർമലായി കേൾക്കുകയും അക്രോസ് ഫ്രീക്വൻസീസ് നോർമലായി കേൾക്കുകയും ചെയ്യുന്ന തരം കേൾവിക്കുറവുകളെയാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ എയർ കണ്ടക്ഷനിലൂടെ ശബ്ദം കൊടുക്കുമ്പോൾ ഒരാൾക്ക് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ബോൺ കണ്ടക്ഷനിലൂടെ കൊടുക്കുമ്പോഴും അതേ പ്രോബ്ലം ഉണ്ട്. അത്തരം കേൾവിക്കുറവുകൾ എവിടെയായിരിക്കും അപ്പോൾ പ്രോബ്ലം ഉള്ളത്? നമ്മൾ എയർ കണ്ടക്ഷനിലൂടെ കൊടുക്കുമ്പോഴും ഒരാൾക്ക് കേൾവിക്കുറവുണ്ട്. നമ്മൾ ബോൺ കണ്ടക്ഷനിലൂടെ ശബ്ദം കൊടുക്കുമ്പോഴും സെയിം എമൗണ്ട് ഓഫ് കേൾവിക്കുറവുണ്ട്. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും ഈക്വലി അഫക്റ്റഡ് ആണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ല. അതായത് നമ്മൾ എയർ കണ്ടക്ഷനിലൂടെ കൊടുക്കുന്ന ശബ്ദം മിഡിൽ ഇയറിലൂടെ കടന്ന് കോക്ലിയയിലെത്തി കോക്ലിയയിൽ നിന്ന് നെർവിലൂടെ പോയിട്ടാണ് ശബ്ദം കേൾക്കുന്നത് എന്ന് നാം പറഞ്ഞു. ബോൺ കണ്ടക്ഷനിലൂടെ കൊടുക്കുമ്പോഴും മോസ്റ്റ് ഓഫ് ദ എനർജി നേരെ കോക്ലിയയിലേക്കാണ് എത്തുന്നത്. സോ രണ്ട് ശബ്ദങ്ങളും ഒരു പോയിന്റിൽ വെച്ചാണ് കൂട്ടിമുട്ടുന്നത്, അത് കോക്ലിയാണ്. അപ്പോൾ എയർ കണ്ടക്ഷനും പ്രോബ്ലം ഉണ്ട്,
ബോൺ കണ്ടക്ഷനും പ്രോബ്ലം ഉണ്ട്, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പ്രോബ്ലം സംശയിക്കേണ്ടത് ഇന്നർ ഇയറിലാണ്. അത് കോക്ലിയയിലാവാം, നെർവിലാവാം. അത്തരം കേൾവിക്കുറവുകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസറി ന്യൂറൽ കേൾവിക്കുറവ് എന്ന് പറയുന്നത്. അത്തരം കേൾവിക്കുറവിൽ എയർ കണ്ടക്ഷനും എഫക്റ്റഡ് ആയിരിക്കും, ബോൺ കണ്ടക്ഷനും എഫക്റ്റഡ് ആയിരിക്കും. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും ഈക്വലി എഫക്റ്റഡ് ആവുകയും ഈ എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ റെസ്പോൺസസ് അല്ലെങ്കിൽ ത്രെഷോൾഡുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന തരം കേൾവിക്കുറവുകളാണ് സെൻസറി ന്യൂറൽ കേൾവിക്കുറവുകൾ എന്ന് പറയുന്നത്. ഈ എയർ കണ്ടക്ഷൻ ത്രെഷോൾഡും ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എയർ ബോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിനെ ചുരുക്കി നമ്മൾ ABG എന്ന് പറയും. സോ ABG എന്നാൽ ഓഡിയോഗ്രാമിൽ അതിൻ്റെ അർത്ഥം എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എയർ ബോൺ ഗ്യാപ്പ് എന്നാണ്. അതായത് എയർ കണ്ടക്ഷൻ ത്രെഷോൾഡും ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ സംഭവിക്കുന്നത്? അവിടെ എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. അവിടെ എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ട്. അതായത് ബോൺ കണ്ടക്ഷൻ റെസ്പോൺസസ് നോർമലാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാൽ ഒന്നുകിൽ പ്രോബ്ലം എക്സ്റ്റേണൽ ഇയറിലോ അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിനിലോ അല്ലെങ്കിൽ ഓസിക്കിൾസിലോ അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബിലോ ആവണം. അപ്പോഴാണ് നമ്മളതിനെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ആ സ്ഥിതിയിൽ എയർ കണ്ടക്ഷൻ ത്രെഷോൾഡ്സ് നമുക്ക് അഫക്റ്റഡായി കിട്ടും. പക്ഷേ കോക്ലിയയിലോ അതിൻ്റെ നെർവ് ഭാഗങ്ങളിലോ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബോൺ കണ്ടക്ഷൻ നോർമലായി കിട്ടുകയും ചെയ്യുന്നു. സോ എയർ കണ്ടക്ഷൻ നോർമലും ബോൺ കണ്ടക്ഷൻ എഫക്റ്റഡും ആവുന്ന കണ്ടീഷനാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. സോ അവിടെ എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അതായത് എയർ കണ്ടക്ഷൻ റെസ്പോൺസസും അല്ലെങ്കിൽ ത്രെഷോൾഡുകളും ബോൺ കണ്ടക്ഷൻ ത്രെഷോൾഡുകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. 10-15 ഡെസിബിളിൽ കൂടുതൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അതിന് നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയാം. പക്ഷേ ബോൺ കണ്ടക്ഷൻ റെസ്പോൺസസ് ഷുഡ് ബി നോർമൽ. ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ബോൺ കണ്ടക്ഷൻ റെസ്പോൺസസ് ഷുഡ് ബി നോർമൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയം വരും. അപ്പോൾ ബോൺ കണ്ടക്ഷൻ റെസ്പോൺസസ് നോർമൽ അല്ലെങ്കിലോ? എന്താണ് അത് അർത്ഥമാക്കുന്നത്? നമ്മൾ ഡയറക്റ്റ് കോക്ലിയയിലേക്ക് ശബ്ദം കൊടുത്താലും അത് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഡയറക്റ്റ് കോക്ലിയയിലേക്ക് കൊടുത്താലും അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് കോക്ലിയയുടെ പ്രവർത്തനം നോർമൽ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് കോക്ലിയയിൽ ഒരു ഹിയറിംഗ് ലോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ കോക്ലിയയിലും ലോസ് ഉണ്ട്, എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ മിഡിൽ ഇയറിലും ലോസ് ഉണ്ട്. അത്തരം കേൾവിക്കുറവിനെയാണ് നമ്മൾ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും എഫക്റ്റഡ് ആവുകയും എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും ബോൺ കണ്ടക്ഷൻ റെസ്പോൺസസ് നോർമൽ ആവുകയും ചെയ്യുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്, അല്ലേ? എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും എഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന കേൾവിക്കുറവിനെ നമ്മൾ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നും പറയുന്നു. ഈ ഒരു കൺസെപ്റ്റ് വിദ്യാർത്ഥികളെല്ലാവരും വളരെ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഈ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ. എയർ കണ്ടക്ഷൻ എന്നാൽ എക്സ്റ്റേണൽ ഇയറിൽ വയ്ക്കുന്നു, ബോൺ കണ്ടക്ഷൻ എന്നാൽ മാസ്റ്റോഡിൽ വെച്ച് നേരെ കോക്ലിയയിലേക്ക് കൊടുക്കുന്നു. ഈ ബോൺ കണ്ടക്ഷൻ നോർമൽ ആവുകയും എയർ കണ്ടക്ഷൻ എഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ
കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതിന് എയർബോൺ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 15 ഡെസിബലിൽ കൂടുതലുള്ള എയർബോൺ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും എഫക്റ്റഡ് ആവുകയും അവിടെ എയർ കണ്ടക്ഷൻ ബോൺ കണ്ടക്ഷൻ ഗ്യാപ്പ് അഥവാ എയർബോൺ ഗ്യാപ്പ് EBG ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ 10 ഡെസിബൽ അല്ലെങ്കിൽനേക്കാൾ കുറവാവുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്.